മലയാള പിന്നണി ഗാനരംഗത്ത് പിന്നണി ഗായകരുടെ പേര് പറയുകയാണെങ്കിൽ യേശുദാസ്, ജയേന്ദ്രൻ, എൻ ജി സുകുമാർ, സുജാത, അഫ്സൽ, കാർത്തിക്, പ്രതാപ്, പ്രദീപ്, വിനീത്, അർജുൻ, ഗംഗ, രേണുക, റിമി, ജോത്സന, സയനോര തൊട്ടുവരെയുള്ളവരെ ഇങ്ങനെ നിരനിരയായി നിൽക്കുമ്പോഴും ഇവർക്കെല്ലാം കയറ്റിറങ്ങങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരേ സ്റ്റഡിയായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുഖം, ക്രിസ്ത്യൻ ഭക്തിഗാനമായിക്കൊള്ളട്ടെ, ഹിന്ദു ഭക്തിഗാനമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടായിക്കൊള്ളട്ടെ, ഇദ്ദേഹത്തിന്റെ മുഖം കാസറ്റ് കടകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആ പിന്നണി ഗായകനെ, ആ വലിയ പിന്നണി ഗായകനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യ ഗാനത്തിനായി KG മാർക്കോസ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക
ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിയിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിയിടേണമേ. I did not show me. പ്രിയരെ, 5 സ്റ്റാർ തട്ടുകട ഇവിടെ തുറക്കാൻ പോവുകയാണ്. ഇതിനോടൊപ്പം സിനിമാലയുടെ നിങ്ങൾക്ക് സുഹൃത്തായ സുബി സുരേഷും എത്തുകയാണ്. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു ഹാസ്യ അവതരണമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അവതാരികയായ രഞ്ജിനി ഹരിദാസിനെ അനുകരിച്ചുകൊണ്ട് സുബി സുരേഷ് എത്തുകയാണ്. Hi, good evening, ladies and gentlemen. Welcome all of you to Mega Hit Show No Idea Bossing. No Idea Bossing ലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്വാഗതം. Are you all ready? Oh, thank you. അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വിളിക്കാം. കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി പറഞ്ഞു ചേച്ചിക്കൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ചെറുകൂട്ടൻ ചേട്ടൻ. ഷിയേട്ടാ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഹായ് ഷിയേട്ടാ. ഷിയേട്ടാ, എന്താ പറ്റിയ ഇത്ര വരുന്ന വഴിക്ക് ഒരു തമാശ ഓർത്ത് ഞാൻ ചിരിച്ചു പോയത്. കോമഡി? വെച്ച് കോമഡി? ഒരാളുണ്ടല്ലോ, ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി. എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു കട്ടിങ് ആണോ ഷേവിങ് ആണോ എന്ന്. അപ്പൊ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ഓരോന്ന് ഓരോ പ്ലേറ്റ്. അയ്യോ, that's all comedy. പുതിയ കോമഡി അല്ലല്ലോ ഇത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയതല്ല, പക്ഷേ ഈ പഴയ കാര്യം ഓർത്ത് ഞാനെപ്പോ അങ്ങ് ചിരിച്ചു പോകും കേട്ടു. Anyway, he is always like that. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ജഡ്ജ് എവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ജഡ്ജിനെ വിളിക്കുകയാണ്. എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമേ പറയാത്ത നമ്മുടെ ജഡ്ജാണ് വരാൻ പോകുന്നത്. Yes, Didi, please come on to the stage. Oh, come on everybody. Hi everybody, how are you? I love you Kuwait. Oh no, I love you Qatar. How are you? How are you Rinju? Oh, fine, You're Didi. fantastic, elastic and plastic. I think you're elastic and loose, I think. Okay, I'll manage it. Okay, I'm very proud to be here
നന്നാ ഇருக்கு എല്ലാരും നന്നാ ഇருக்கு നിങ്ങൾ എല്ലാരും ഒന്ന് കൈയടിച്ചേ come on everybody Thank you. okay ready 1 2 3 Hi, you are so sweet. I love you, love you. ഈ ദീദിയുടെ കാര്യം ആരെ കണ്ടാലും ഐ ലവ് യു എന്നങ്ങ് പറയും കേട്ടോ. ആ മുക്കിയത് മതി. ഓക്കെ ചേട്ടാ നമുക്ക് പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. ഓക്കെ അടുത്തന്നെ വിളിച്ചു. ഓക്കെ നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കണം. അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വളരെയധികം വളരെ റിഹേഴ്സൽ എല്ലായിടത്തും ഇവിടെ ടയർഡ് ആയിട്ട് നിൽക്കുകയാണ്. எனவே നമുക്ക് ഓരോ പാർട്ടിസിപ്പന്റ് ആയിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി വരുന്ന സംവിധാനന്ദൻ. മിസ്റ്റർ സാവി പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. കരച്ചിൽ തുടങ്ങി. കരച്ചിൽ തുടങ്ങി. ചെക്കന് പോയിന്റ് കിട്ടാൻ വേണ്ടിയാ. സാവി ടേക്ക് ഇറ്റ് ഈസി. തീരെ അങ്ങനെ കരച്ചിൽ തന്നെ. ഹലോ ആ ഒരു ചിറകും കൂടി വെച്ച ഹെലികോപ്റ്റർ പോലെ ഇരിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ. Hi Savadanandan, how are you? What is this? ഇതെന്താ എയർബസിന്റെ പോലെ ഇരിക്കുന്ന രണ്ട് വൈപ്പറൂടെ ഫിറ്റ് ചെയ്തുണ്ടായിരുന്നോ? You're so beautiful, you know. എന്തേ പറയണവോ? You're so fantastic. ആ തുടങ്ങി. മോനെ വല്ലതും മനസ്സിലായോ? എന്താ എനിക്ക് ദീദിക്കും അറിയില്ല എന്താ പറയുന്നത്. കുറെ കാലമായി പറയുന്നത് എലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നൊക്കെ. അല്ലെ മോനെ ഇതാരെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്? അത് ഇവിടെ എല്ലാരും കൂടെ കൂടി നല്ല കോമ്പിനേഷനാ. പോത്തിറച്ചി അലുവയും പോലെ ഇരിക്കുന്നു. താങ്ക് യു. ആ മുക്കി തുടങ്ങി. മോന ആദ്യം ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ആദ്യം ഒരു ഭക്തിഗാനം. ഭക്തിഗാനമാണോ? മോനെ കുറിച്ചുള്ളതിന്റെ പാട്ടായിരിക്കും അല്ലേ? കുറെ കാലമല്ലേ തുടങ്ങിയിട്ട്. അപ്പൊ പാടാല്ലേ? അത് അനുകരിച്ച് പാടണം. പക്ഷെ എത്ര നന്നായിട്ട് പാടിയാലും മാർക്ക് കൊടുക്കരുന്ന ചാനൽ പറഞ്ഞിരിക്കുന്നത് അത് ശരി. കേട്ടോ. അപ്പൊ പാടിക്കൂ. Okay, please remove your specs. மாமலை சபரியிலை மணிகண்டன் சன்னிதானம் மாமலை சபரியிலை மணிகண்டன் சன்னிதானம் மாதரும் பக்தர்களும் வணங்கிடும் சன்னிதானம் பூமகன் குண்டை கொண்டு உடை தீர்க்கும் சன்னிதானம் பூமகள் மைந்தனை புண்ணிய சன்னிதானம் மாமலை சபரியிலை மணிகண்டன் சன்னிதானம் சன்னிதானம் ஐயப்பன் சன்னிதானம் சன்னிதானம் ஐயப்பன் சன்னிதானம். Thank you. You sang very well, ഇല്ലേ? വെരി വെരി. നന്നായി പാടിയിരിക്കാങ്ക. പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതാനം ഇടയ്ക്ക് അത് വരണം. അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഐ തിങ്ക് സോ. അങ്ങനല്ലേ? അതെ അതെ മോനെ. നല്ല ശ്രുതി നല്ല താളം നന്നായിട്ട് പാടി. പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത് നീലയായിരുന്നെങ്കിൽ മാർക്ക് കൊടുക്കായിരുന്നു. അതുകൊണ്ട് 100-ൽ 1.5 മാർക്ക് കൊടുക്കാം. ഇവനൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോയി. എനിക്ക് പാരയാവും നീ. ഓക്കെ. അപ്പൊ ഡേഞ്ചർ സോണിലേക്ക് പോണോ? ഡേഞ്ചർ സോൺ എവിടെ വേണേലും പോ. എവിടെ വേണമെങ്കിലും. മാർക്ക് തന്നാൽ മതി. ചേട്ടാ നമുക്ക് എത്ര പോയിന്റ്സ് കൊടുക്കാം? Out of 80 I give you 110. Okay, my God, that's really great. ആദ്യമായിട്ടാണ് ഒരു contestant out of 80 110 points കിട്ടുന്നത്. സാച്ചി ഹാപ്പി ആയില്ലേ? താങ്ക് യു. Okay, ചേട്ടാ അതെ മോളെ ഒരു അവതാരികല്ലോ. ഒരു അവതാരമാ. പട്ടി അടിച്ച പോലെ കിടന്ന് പേ പിടിച്ച പോലെ അല്ലേ? ഓക്കെ മോനെ അപ്പൊ നന്നായിട്ട് പാടി. ഇനി ആരെ അനുകരിച്ച് പാടാൻ പോകുന്നേ? അടുത്തത് ആൽബം ഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള കൈലാഷ് ഖേർ എന്ന ഗായകൻ. ഓക്കെ പാടി. നന്നാ പാടുങ്കോ, നന്നാ ഓടുങ്കോ. लौटा दे
खुदा से मन्नत मेरी लौटा दे जन्नत मेरी वो अमन वो चमन का नजारा वो अमन वो चमन का नजारा वो खुदाया लौटा दे कश्मीर दोबारा वो खुदाया लौटा दे कश्मीर दोबारा मेरी रूह की तस्वीर मेरा कश्मीर वो खुदाया लौटा दे कश्मीर दोबारा वो खुदाया लौटा दे कश्मीर दोबारा थैंक यू थैंक यू थैंक यू മോനെ സമ്പി സാധനം വന്നില്ലല്ലോ. എന്താ സാധനം വന്നില്ല മോനെ. എന്താ പൊന്നു മനുഷ്യ, വളരെ മാന്യമായിട്ടുള്ള വേഷം ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാൻഡേർഡായിട്ട് എന്തെങ്കിലും പറയുന്നു. എടി കൊച്ച, നീയൊക്കെ എങ്ങനെയാ ഈ പുള്ളിയുടെ അടുത്ത് നിൽക്കണത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മോനെ ഞാൻ ഉദ്ദേശിച്ച സംഗതി വന്നില്ല. അണ്ട കിടക്കണ വീണ്ടും Sunny, that means things. ഒന്നും പറയണ്ട മോനെ മനസ്സിലായില്ലേ സംഗതി? കൂടിയിരിക്കുന്ന പേര് പറയാവുന്നതാണ് സാറേ. എന്തോ ഈ സംഗതി സാധനം പറഞ്ഞ ഞാൻ പറയട്ടെ, എന്റെ കയ്യിലാകെ 50 രൂപ ഉണ്ട്, അത് ഞാൻ ഇടാം. ബാക്കി എല്ലാവരും കൂടെ ഷെയർ ഇടാം. എന്നാ സാധനം ഏതാ ബ്രാൻഡ് എന്ന് വെച്ചാൽ പറത് വാങ്ങിച്ചു. എന്റെ പൊന്നു മോനെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഒരു കൊട കൊണ്ടുവരായിരുന്നു. അങ്ങനെ പാടുമ്പോ അത് സരികയിലാ കിടക്കുന്നത്, മനസ്സിലായോ? സാരികയില സാരി ശബ്ദത്തിലാ കിടക്കുന്നത്. അപ്പൊ സാരി പൊങ്ങണം. സാരി നീ രക്ഷപ്പെട്ടോ? That's why I'm wearing jeans. അതല്ലല്ല, ഈ പാന്റ് ഇട്ട് വന്ന് ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. വല്ല വെമ്പിള്ളേരുടെ അടുത്തും പറഞ്ഞാൽ അടി ഉണ്ടായിരുന്നു. മോനെ ഉദ്ദേശിച്ചത് മനസ്സിലല്ലേ? സാരി പൊങ്ങണമെന്ന്. അതാണ്. എന്ത് വേണേരാവാം, മനസ്സിലായി? എവിടെയാ പോയെന്ന് മനസ്സിലായോ? ആണ്ട കിടക്കണം അടുത്ത ആള്. ഒരാള് സാധനം കണ്ടില്ല, പിന്നെ സംഗതി വന്നില്ല. അടുത്ത ആള് സംവിധാനത്തിൽ എവിടെയാ പോയെന്നറിയോ? എവിടെ പോയെന്നപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? നിങ്ങൾ നോക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കൂണെന്ന് കളഞ്ഞിട്ട് എന്നോട് പറയരുത്. ഞാൻ അവിടെ പാടാമെന്നാണ്. നിങ്ങൾ എവിടെയെങ്കിലും കൂണെന്ന് കളഞ്ഞിട്ട് എന്നോട് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ തിങ്ക് ആ സംഗതി പോയ കാര്യം ഞാൻ പറഞ്ഞത്. സംഗതി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തപ്പോ പോയോ? ഇങ്ങനെ എടുത്തപ്പോ അവിടെ പോയി, അത് പോയി, അത് വേണം. അവിടെ ഇട്ടില്ല. അല്ല, നിങ്ങൾക്ക് പണ്ട് മീൻ കച്ചവടമായിരുന്നോ? മീൻ കച്ചവടമായിരുന്നോ പണി? അല്ല മോനെ, ആ സംഭവം അവിടെ പോയി. എന്താ പോയത് അവിടെ? എന്താ പോയെന്ന് എനിക്കറിയാൻ പറ്റും. ഒരു കിളി പറന്നു പോയി. അതെനിക്ക് ഈ ചെക്കൻ എപ്പോഴും കിളി പോകുന്നുണ്ട്. കിളി തന്നെയാണോ പോകുന്നത്? ദൈവത്തിനറിയാം. അടുത്തത് ആരെ അനുകരിക്കാൻ പോകുന്നേ? അടുത്തത് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ്. തമിഴാണല്ലേ? ഉലകനാഥൻ. ഓ ശരി, കേൾക്കാം. ഓ ശരി മോനെ. ഓക്കെ, സിംഗ് വെരി വെൽ. ഓക്കെ, மீனுக்கு விளக்க மீனுக்கு கல்யாணம், அடுத்தென்னாங்குடி கூட்டமெல்லாம் முருகோலம், நடுக்கடலில் நடக்குதையா திருமணம், இந்த அசரப்புடி ஆளுக்கெல்லாம் கும்மடம். ஓ கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், பல மீனுக்கு விளங்க மீனுக்கு கல்யாணம், அடுத்தென்னாங்குடி கூட்டமெல்லாம் முருகோலம். ஊர்வலத்தில் ஆடி வரும் நண்டி காலை நாட்டியம், ஐய மேளத்தாலம் முழங்கி வரும் மகிழ மீன் நாட்டியம். ஊர்வலத்தில் ஆடி வரும் நண்டி காலை நாட்டியம், ஐய மேளத்தாலம் முழங்கி வரும் மகிழ மீன் நாட்டியம். வாழ மீன் நடத்தி வர பாட்டியம், நம்ம வர மீன் நடத்தி வர பாட்டியம். இன்று ஊர் போல தெரியுதையா, ஊர் போல காட்டியும், ஊர் போல காட்டியும். அல்ல மீனுக்கு விளக்க மீனுக்கு கல்யாணம், அடத்தென்னா குடி கூட்டமெல்லாம் ஊர்வலம். മോനെ, ഇതും ഒരു 1.5 മാർക്ക് തരാനേ പറ്റൂ. താങ്ക് യു. ഇനി ബാക്കിയെല്ലാം SMS-ലായിരിക്കുന്നത്. SMS-ന്റെ ഫുൾ ഫോം അറിയോ? അറിയാം. എന്തുവാ SMS? SMS-ന്റെ ഫുൾ ഫോം എന്താ? സമയമുള്ളവര്
സാധാരണക്കാരുടെ മണി കളയുന്ന അത് സാധനം. തന്നെ, അത് ആ, തന്നെ. എന്തോലൊക്കെയാ ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? അത് പഠിച്ചു. അല്ല മോൻ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നേ? ഇനി വോട്ട് അല്ല ചോദിക്കും. ഇപ്പൊ വോട്ട് ചോദിക്കണം. ആ, കരച്ചിൽ തുടങ്ങി കേട്ടു. സണ്ണി കരയുടെ വോട്ടുണ്ട്. എന്റെ പൊന്നു ഞാൻ പറഞ്ഞോളാം. എൻ്റെ പാട്ടും കാര്യങ്ങളെല്ലാം കണ്ടു, എൻ്റെ വേഷമെല്ലാം കണ്ടു. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. എൻ്റെ വോട്ട് ചെയ്യേണ്ട തറപ്പായോ? തറപ്പായ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ അടുത്തല്ലേ ചോദിക്കുന്നത്, മലയാളത്തിൽ ചോദിക്കുന്നത്. തറപ്പായ എന്ന് പറഞ്ഞ എന്താ? തറ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോറ്. ആ, ഫ്ലോറ്. പായ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റ്. അതാ പറഞ്ഞത്. എൻ്റെ തറപ്പായ സാവധാനന്ദൻ, ബഹിരാകാശം. സ്പേസ് എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞ ബഹിരാകാശം. സാവധാനന്ദൻ, ബഹിരാകാശം, വദാനം. അയ്യോ ആ ലേക്ക് എല്ലാവരും SMS ചെയ്യുക. എന്നിട്ട് MS എന്താണേലും അവര് വിട്ടാ പോരെ. ഓ ശരി മോനെ. അപ്പൊ എല്ലാവരും എനിക്ക് ആ പറഞ്ഞത് വിടണം. അല്ല മോന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? അല്ല, ആരും EMS വിടൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കൂടെ സഹകരിക്കുന്ന, എൻ്റെ കൂടെ പാടുന്ന കുട്ടി വന്നിട്ടുണ്ട്. അവളെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും EMS വിടണം. മോളോ എന്താ പേരെന്താ? EMS അല്ല SMS. എന്താണേലും വിട്ടാ പോരെ, അവര് വിട്ടോളും. നിങ്ങൾ ഇതുമ്പോ ഇടയ്ക്ക് കയറില്ലേ. അത് കുട്ടിയുടെ പേരെന്താ? അവളെ സ്വർണത്തെ പോലെ ഇരിക്കുന്നത്, തനി തങ്കത്തെ പോലെ ഓ ഇരിക്കുന്നത്. ശരി ശരി. അതുകൊണ്ട് അവളെ ഞാൻ ഓമന പേരായിട്ട് വിളിക്കുന്നത്. ഒരു സ്വർണ്ണക്കടയുടെ പേരിലാണ് വിളിക്കുന്നത്. എന്താ ഇട്ടിരിക്കുന്നത്? കട്ട്ലസ് എന്നാ വിളിക്കുന്നത്. കട്ട്ലസ്. Okay, Miss Cutlass, please come on to the stage. Yeah, Cutlass is coming. Hi, Cutlass. കണ്ട, ഇതാണ് കട്ട്ലസ്. ഇതാണല്ലേ? ഇവിടെ കണ്ടിട്ടെങ്കിലും എല്ലാവരും മറ്റേ പറഞ്ഞ EMS അല്ല SMS. വിട്ടാ പോരെ, മിണ്ടാതി. അല്ല കട്ട്ലസ്. കട്ട്ലസ് ജ്വല്ലറി എന്നുള്ള പേര് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്? ഇവള് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമല്ലേ. തന്നെയുമല്ല ഇവളിപ്പോ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ ഒരു പണത്തൂക്ക് മുന്നിൽ കൂടുതലാണോ? ഓക്കെ, താങ്ക് യു. Thank you and have a good day. Pardon Shambhu. ലോകം മുഴുവനും സഞ്ചരിക്കുന്ന കലാകാരന്മാരാണ് ഒത്തിരി പരിപാടികളുമായിട്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതലും ഞങ്ങൾ വരാറുള്ളത്. കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പല മിമിക്രി ആർട്ടിസ്റ്റുകളുടെ അടുക്കളയിൽ കഞ്ഞി പുകയുന്നതും ഗൾഫ് പ്രേക്ഷകരുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പ്രിയരെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്പോൺസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസറോ വന്നിട്ട് ചോദിക്കും നമുക്കൊരു അടിപൊളി ഗായിക വേണം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നൊരു പേരുണ്ട്, ജോത്സന. അതെ, ജോത്സന കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ ഒരു പേരും കൂടി വരും, റിമി ടോമി. റിമി ടോമി ഇവിടെ ഇല്ല, അതിന് പകരം ടിനി ടോം ഉണ്ട്. എന്തായാലും ഈ ആദ്യം പറഞ്ഞ പേരുള്ള ആളിവിടെ ഉണ്ട്, ജോത്സന. വന്ന വഴി മറക്കരുത്. അതെ, സുഖമാണി നിലാവിലൂടെയാണ് ജോത്സന കടന്നു വന്നത്. സുഖമാണി നിലാവിലൂടെ നമ്മൾ ജോത്സനയുടെ ജൈത്രയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്നത്തെയും പോലെ ഇന്നും പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പാട്ട് ഞാൻ പാടുന്നത് ഒരു പക്ഷേ ജ്യോത്സ്ന എന്നുള്ളൊരു ഗായികയെ നിങ്ങളെല്ലാവരും അറിഞ്ഞത് ഈ പാട്ടിലൂടെ ആയിരിക്കും. നമ്മൾ എന്ന ചിത്രത്തിലെ സുഖമാണി നിലാവെന്നുള്ള ഗാനം. സുഖമാണി
സരസ്വതിയുമായി മറഞ്ഞവനെ ചിരിച്ചുടഞ്ഞു കരിവളകൾ വെറുതെ നീ പിണങ്ങി നിന്നു ആ നിമിഷം പ്രിയ നിമിഷം അഴകേ സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ ഓർമ്മയിലെ പൂക്കണിക്കൊതുമ്പ് പൊൻതുഴയാൽ തുഴഞ്ഞവനെ എവിടെ നിന്നോ എൻ പ്രിയരഹസ്യം പകുത്തെടുക്കാൻ അണഞ്ഞവനെ എനിക്ക് വേണം നീ കന്നിമനസ്സ് അഴകേ സുഖമാണി നിലാവ് എന്ത് സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാൻ കുളിരലയിൽ നനഞ്ഞലിയാൻ അഴകേ സുഖമാണി നിലാവ് എന്ത് സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ. Thank you. Chum. അടുത്ത ഗായകനെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. യുവ തലമുറയുടെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നിസാർ വയനാട്. ഒത്തിരി തവണ നിങ്ങളുടെ കണ്ടു കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തെരുക്കൂത്ത് എന്ന ചിത്രത്തിലും അതുപോലെ തന്നെ ശക്തി എന്ന ചിത്രത്തിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഖത്തറിൽ വന്നതിന് ശേഷം ഇത്രയും ഒരു ഭാഗ്യമുണ്ടായി. ഇനിയും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചു ചെല്ലുമ്പോഴേക്കും മറ്റൊരു ചലച്ചിത്രം കൂടി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ വലിയ ഗായകനാ പോകുന്ന വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. നിസാർ വയനാട്, വെൽക്കം.
जिद है अब तो है खुद को मिटाना, होना है तुझ में फना। चांद से बारिश जो करता हमारी, बेताबतों को पता। शर्मो है आगे पर्दे गिरा के, करनी है हमको खता। Hey, hey! जैसे डाली दिल में उतर जाने दे, आज बाहों में करके बहाना, होना है तुझ में फना। चांद से बारिश जो करता हमारी, देता वो तुमको पता। शर्मो है आगे पर्दे गिरा के, करनी है हमको खता। Everybody, come on! Work, go, work, keep it. Work, work. Goodie! All everybody, Subhanallah. Subhanallah, Subhanallah. Subhanallah, 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 Subhanallah। है जो ही रातें बता दो तुमको, शर्मा ही जाओगी तुम। धड़कने जो सुना दो तुमको, घबरा ही जाओगी तुम। हमको आता नहीं है छुपाना, होना है तुझ में फना। चांद से बारिश जो करता हमारी, बेताब तुमको पता। शर्मो है आगे पर्दे गिरा के, करनी है हमको खता। जिद है अब तो है खुद को मिटाना, होना है तुझ में फना। Hey, hey! Oh, hey, hey! Ooh, ooh, Turn up some. സിത്താര ബാലകൃഷ്ണൻ നിങ്ങൾ അറിയുന്നത് ഒരു സീരിയൽ താരമായിട്ടാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ റോപ്പ് ഡാൻസിലൂടെ തികച്ചും അപകടകരമായ ഈ നൃത്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് സിത്താര ബാലകൃഷ്ണനും കിഷോറും ചേർന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു മാന്ത്രിക അത്ഭുത നൃത്തം തന്നെ ഒരുക്കുകയാണ്. Now the stage is for rope dance.
adding up some more. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. നമ്മള് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു, കേട്ടു, ഒത്തിരി അറിഞ്ഞു. അത് ശരി. അപ്പോ ടീച്ചറിനെ ഒന്ന് ഇന്റർവ്യൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ ശരി. അപ്പൊ ടീച്ചറെ, ടീച്ചർ ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലകളിലുണ്ട്. ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ പേര് എന്താണ്? മുഴുവൻ പേര്? എന്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം സരസമ്മ എന്നാണ്. എന്നെ പക്ഷെ എന്തോ കലാമണ്ഡലം, ദ്രുത, കല, താള, ലയ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ സരസു എന്ന് വിളിച്ചോളാം. എന്റെ ചേട്ടനെ വിളിക്കുന്നത്. ഓക്കെ. ഏത് കലയിലേക്കാണെന്നൊന്ന് പറയാമോ? ഏത് കലയാണോ? ഇത് കഥകളി, കുച്ചിപ്പുടി, കോച്ചിപ്പുടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതുപോലെ പല പൊടികളും വെറുതെ അല്ല, ഞാൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ടീച്ചറെ, അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി, ചാനലിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഒരു സ്റ്റുഡന്റിനെ ഇപ്പൊ പരിചയപ്പെടുത്താം. വിളിക്കൂ. ഒന്ന് മാറി നിൽക്കൂ. മോളെ, ബൈജു മോളെ, അവളെ വരവ് കണ്ട. നമസ്കാരം പറഞ്ഞോ? നല്ലപോലെ പറഞ്ഞോ? ഇങ്ങോട്ട് അടുത്തോട്ട് നില്ല്. മോളെ, അറിഞ്ഞൂടെ? ഞങ്ങളാണ് ഇപ്പൊ വന്നങ്ങള്. അപ്പൊ ഇന്നലെ വന്നങ്ങള് ഇന്ന് രാവിലെ പോയി. ഈ അങ്കിള് ഇനി വൈകിട്ട് പോകും. വേറെ അങ്കിള് നീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനടി നോക്കുന്നത്? നിനക്ക് എന്തടി? നിനക്ക് മര്യാദക്ക് നിന്നോണം. കൊറേ അങ്കിൾമാര് വരാറുണ്ടല്ലേ? വെറുതെ അല്ല ടീച്ചർ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ശരി. മോളുടെ പേരെന്താ? ബൈജു മോള്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? കോഴിക്കോട്. എന്ത്? ബാലസംഘം അല്ല കേട്ടോ, മര്യാദക്ക് പറയണോ? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 16 പേരിൽ 18 പേര് വന്നിട്ടുണ്ട്. കണക്കറിഞ്ഞൂടാത്തോണ്ട് മര്യാദക്ക് പറഞ്ഞുകൂടി. നിനക്ക് ആര് പറഞ്ഞേ എനിക്ക് കണക്കറിഞ്ഞൂടെന്ന്? എന്തെങ്കിലും അറിഞ്ഞൂടത്? എന്താ കേട്ടോ? നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയെന്ന്. വേണ്ട. മോളെ, ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി സാമാനമല്ലടി, സമ്മാനം എന്ന് പറയടി. സമ്മാനം സമ്മാനം എന്ന് പറയടി. ഉമ്മയുടെ വിജയനം മാത്രമേ ഉള്ളൂ. സമ്മാനം പറഞ്ഞേ. വേണ്ട, പറയണ്ട. കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി. അത് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ? ഇന്നാള് പാടി പാട്ടാ? ഏതെങ്കിലും പാട്ട് പാട്. ആദ്യം അവസാനമൊക്കെ അറിയാണ്ടാണ് പാടാൻ പോണത്. അവസാനം ആദ്യം അറിയൂടാത്ത ഇടയ്ക്കറിയാവുന്ന പാട്ട് പാടറിയോ? എന്താടി കോഴിയെ വിളിക്കുന്നു? കോഴിന്നല്ല, എന്നെയാണ് ടീച്ചറെ വിളിച്ചത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് പാടങ്ങോട്ട്. കൊറേ നേരമല്ല നാരി കിടന്ന് തൂങ്ങണത്. നാരദിന്റെ അച്ഛ കൊണ്ടുവരുന്നത്. മര്യാദക്ക് പാടാ അറിഞ്ഞോട്ടെ നിനക്ക്. അയ്യോ മോളെ, കരയല്ലേ? അല്ല മോള് കരയാതെ പാട്. അയ്യോ, അങ്ങള് പറഞ്ഞത് കേട്ടില്ലേ കരയില്ലെന്ന്? പിന്നെ നീ എന്തിനാ കരയുന്നത്? മര്യാദക്ക് കരഞ്ഞോണ്ടെന്ന് പറയാതെടി. മോള് പാട്. ഒന്നുകൂടി പാട്. നമസ്കാരം. ഇതിനാണ് ഒരുപാട് അത് കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ചു. ആരാടി നിന്റെ സമ്മാനം കൊണ്ടുപോയത്? നിന്നെയൊക്കെ പ്രായത്തില്
ഞാൻ ഇതുപോലെ ഒരുപാട് സാമാനം മേടിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ? അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, പോമറേനം പട്ടിയുടെ പോലെ. എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്, ഒരു പ്രസ്ഥാനമാണെന്ന്. ഇതാ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാത്തത്. അല്ല ടീച്ചറെ, മലയാള ചലച്ചിത്ര ഗാനശാഖ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പം ഈ തെലുങ്ക് പടത്തിലുള്ള മിക്ക പാട്ടുകളും ഇപ്പൊ മലയാളത്തിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പുതിയൊരു ചെറുക്കൻ പാടിയില്ല, എന്താ അസ്പലോ? അസ്പലല്ല, അഫ്സല്. അത് തന്നെ ചെറുക്കനെ ഒരു പാട്ട് പാടിയില്ല, എന്താ I am very sorry, ഒരു 4000 സോറി സ്വർണ്ണക്കട്ടി. നല്ല പാട്ടല്ലേ, നല്ല ഹിറ്റായി. തെലുങ്ക് പാട്ട് റീമേക്ക് ചെയ്തിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ 4000 സോറി പറയാൻ വേണ്ടി അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? 4000 സോറി? 4000 സോറി പറയാൻ വേണ്ടി എന്റെ പൊന്നെ ടീച്ചർ, അത് പാടാനുള്ള സുഖത്തിന് വേണ്ടിയല്ലേ ഈ 4000 സോറി പാടുന്നത്? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയുള്ള തെറ്റവും ചെയ്ത് നടത്തില്ല. ഞാനാണെങ്കിൽ വേണ്ടിയില്ല, ഇവനാണെങ്കിൽ ഒരു 250 സോറി, അവന്റെ പ്രായത്തിനനുസരിച്ച് ഒരു 250 സോറി എങ്കിലും ചെയ്താണ്. 1,00,000 സോറി പറയേണ്ടി വരും. അത് തന്നെ, ഇതാകുമ്പോഴത്തേക്ക് ഒരു 250 സോറി പറഞ്ഞാൽ മതി. പക്ഷെ പാടാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു പാടാൻ പറ്റത്തില്ലെന്ന്? ഞാൻ പാടി കേൾപ്പിച്ചാലോ. I am very sorry, ഒരു 250 സോറി സ്വർണ്ണക്കട്ടി, ഞാൻ പാടാം ഒരു സ്റ്റോറി. I am very sorry, ഒരു 250 സോറി, അത്രേ മതി. പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുപോലെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. ജയരാജന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട്. അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിന്ന് പോയിട്ടില്ല. എന്നാ മനസ്സിൽ നിന്നെടുത്ത് പുറത്തിട്ടെ. പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല. ആര് പറഞ്ഞു? അതെ, കേട്ടോ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. നിർത്ത്. കളിവീടുറങ്ങി യല്ലോ എന്ന് പറഞ്ഞ എന്തുവാ? ഇംഗ്ലീഷ് ആണോ? അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടോ? അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ മലയാളത്തില് യെല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയേണ്ടത്? മഞ്ഞ. അപ്പൊ മഞ്ഞ എന്ന് പറഞ്ഞാ പോടെ. അതെങ്ങനെയത്? കളിവീടുറങ്ങി മഞ്ഞ, കളിവാക്കുറങ്ങി മഞ്ഞ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേടുന്നു മഞ്ഞ. മൊത്തം മഞ്ഞലല്ലേ? അങ്ങനെ പാടണം. പക്ഷേ നമ്മൾ ജനിക്കുമ്പോ തന്നെ, അതായത് 10-20 വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം. പിന്നിലേക്ക് വേണ്ട, നമുക്ക് റൂമിലേക്ക് പോകാം. അയ്യോ, അതല്ല, മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് 10-20 വർഷം പിന്നിലേക്ക്. ഞാൻ വെറുതെ അപ്പോ നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടിയ പാട്ടുണ്ട്. ആരാരോ ആരീരാരോ അച്ഛന്റെ മോനാരോ. എന്റെ പൊന്നുമോനെ, അതിനകത്ത് ഉണ്ട് ഇംഗ്ലീഷ്. അതെവിടെ ഇംഗ്ലീഷ്? ആരോ എന്ന് പറഞ്ഞ എന്തുവാ? ഓ, അമ്പ്. അപ്പൊ അതെങ്ങനെ പാടേണ്ട യഥാർത്ഥത്തിൽ മലയാളത്തിലാകുമ്പം? അതെങ്ങനെ പാടും? അമ്പമ്പോ അമ്പിമ്പമ്പോ അച്ഛന്റെ മോൾ അമ്പമ്പോ, അമ്മയ്ക്കു നീ അമ്പല്ലേ, 1000 വള്ളി അമ്പല്ലേ. കൊള്ളാം. അല്ല ടീച്ചറിന് ഇനിയും സ്റ്റുഡൻസ് ഉണ്ടല്ലോ? പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാം വിദ്യാർത്ഥികളാണ്. അടുത്ത സ്റ്റുഡൻസിനെ ഞാൻ വിളിക്കാം. അതേ വന്ന അടുത്ത സാധനം. എത്ര സ്റ്റുഡന്റ് എനിക്ക്? നമസ്കാരം. നല്ല മിടുക്കി കുട്ടിയാവള്. ശരി. മോളുടെ പേരെന്താ? എന്തോടി മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 2ാം ക്ലാസ് LKG. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താന്ന് നിനക്ക്? അതെ, നിനക്ക് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? മര്യാദയ്ക്ക്. മോളെ ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? എന്തേക്കാ കൊച്ചു കാണിക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പാടില്ല. നിനക്ക് എന്താ? നീ എന്തിനാ ഇങ്ങനെ പിടിച്ച് വെള്ളപ്പൊക്കം ഉണ്ടോ? പിന്നെന്താ? ഷർട്ട് ഊരി പോണു. ഷർട്ട് ഊരി പോന്നെങ്കിൽ മര്യാദയ്ക്ക് ഒരു പിന്നൂത്തി കൊണ്ടുവന്നൂടെ നിനക്ക്? ശശികല ഒരു പിന്നേരോ? ഇനി ശശികലയുടെ പിന്നെ മേടിച്ച് നീ കുത്തിട്ടോണം ശശികല തുണിയില്ലാതെ തെക്ക് വടക്ക് അങ്ങോട്ട് നടക്കാൻ. മര്യാദയ്ക്ക് പോയി എന്തെങ്കിലും കെട്ടിക്കൊണ്ട് പാടി. അതെ, വല്ല ആണി വല്ലതും അടിച്ചു വെക്ക്. മോളെന്താ പാടാം? എന്താ കഥ പറയാൻ പോണു? ഒന്ന് കഥ പറയാമോ? എന്തുവാ ഞാനാണോ പറയുന്നത്? നിർത്തി പറയാടി. നീ കിടന്ന് പറ. ഇടി മര്യാദയ്ക്ക് നിർത്തി സ്റ്റൈലായിട്ട് പറയണോട്ടോ. പതുക്കെ പറയാൻ. അതൊക്കെ പറ. കേക്കണില്ല. ഇടി മര്യാദയ്ക്ക് പറയടി അങ്ങോട്ട്. ഒരൊറ്റ കീറുവെച്ചേരും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറ. നിർത്തി പറ. അങ്ങനെ തന്നെ. നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങനെ കയറ്റി തരും. ഞാൻ പറഞ്ഞേക്കാം.
ആ നമസ്കാരം. മതി മതി, കഥ പറഞ്ഞത് മതി. മോള് ഡാൻസ് കളിക്കോ? നന്നായിട്ട് ഡാൻസ് കളിക്കോ? അന്നൊരു ഡാൻസ് കളിച്ചേ. ഞാൻ പാടാം, പക്ഷെ നീ ഇവിടെ കിടന്ന് കണാകുണാന്ന് എല്ലാം കിടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്റെ പേരെല്ലാം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വലിച്ചു കയറി സ്പോൺസർമാർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞേക്കാം. ആ ശരി. എന്തായാലും ടീച്ചറെ, ടീച്ചർ ഒരു പാട്ട് പാട്, പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. അതിന് എന്റെ ഒരു മാഷുണ്ട്, എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട്. മാഷ് പാട്ട് പാടി കഴിഞ്ഞാലേ എനിക്കും പാട്ട് വരുത്തുള്ളൂ. ആണോ? അപ്പം മുരളീകൃഷ്ണൻ ചേട്ടൻ, മുരളീകൃഷ്ണൻ സാറേ, മുരളീകൃഷ്ണൻ സാറ്, മുരളീകൃഷ്ണൻ സാറ് ഭയങ്കര പൗരുഷമുള്ള പാട്ടുകാരനാണ്. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെ. അയ്യോ, ഞാൻ എടുത്തില്ല. എന്ത്? കുടലെടുത്തില്ല. അല്ല, പാടിയാ മതി, കുടല് വേണ്ട. അല്ല, ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു, പക്ഷെ മാഷിനെ മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. സാറിന് അറിയോ എന്റെ വിഷമം? ഈ ടീച്ചർ തരുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ഞാനും ഓർത്തി, തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ല, പിന്നെ ഞാൻ വേറെ പണിക്കൊക്കെ പോകണ്ടേ? എന്ത് പണിക്ക്? വായിക്കാൻ പോകണ്ടേ? എന്ത്? ഒന്നുമില്ല, തബല വായിക്കാൻ. ഓ, തബല വായിക്കാൻ. അപ്പൊ മാഷ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചു ഇവിടെ ഒരു ഡാൻസ് കളിക്കും. ഒന്ന് പാടാവോ? റെഡിയാണോ? നമ്മുടെ മറ്റേ പാട്ടാ. താളം തിരികെ ഈശ്വരന്മാരെ ഒരു തെറ്റും വരത്തല്ലേ എന്റെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. മാനത്തൊരു നാട്ടിലെ മരിവിലിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൂട്ടിലിടാൻ പറ്റൂല, കൂട്ടം തെറ്റി പോവൂല, കുഞ്ചി കുഴഞ്ഞാടും താറാവ്. ആഹാ, കുഞ്ചി കുഴഞ്ഞാടും താറാവ്. മാനത്തൊരു നാട്ടിലെ മരിവിലിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്. ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. ഓഹോയ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. ആഹായ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൊറേ നേരം മുട്ടയിടാൻ തുടങ്ങിയിട്ട് എന്തിനാ? ടീച്ചർ പഠിപ്പിച്ചാണോ? മതി മതി, ടീച്ചർ പഠിപ്പിച്ചാണെങ്കിൽ ഇത്രയും മതി. എന്താണ് ടീച്ചർ ഇത്? ഒരുമാതിരി പ്രാന്ത് പിടിച്ച കൊച്ചി, ചെകുത്താൻ കൂടിയതാ. കൊറേ കട എന്നെ നിർത്താൻ വേണ്ടിട്ട് ഓടിയതാണ്, മനസ്സിലായില്ലേ? പൊന്മുട്ടയിടുന്നൊരു ഒരു കാര്യം ഞാൻ പറയാം, മൂപ്പ് കയറി വരുമ്പോ നിർത്തരുത് ഒന്നും. അതെ, ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു, പലതും കണ്ട്. ടീച്ചർ ഇത്ര നേരമായിട്ട് ഒരു പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല. ഒരു സ്റ്റെപ്പ് എങ്കിലും കളിക്കാൻ പാടില്ലേ? ഞാൻ അങ്ങനെ കളിക്കത്തൊന്നുമില്ല. പിന്നെന്താ? എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെനിക്ക് അത് വേണം. എന്ത് വേണം? ചിലങ്ക. ഓ, ചിലങ്ക. ഞാൻ ചിലങ്ക ഇട്ടിട്ട് ഡാൻസ് കളിക്കത്തുള്ളൂ. ചിലങ്ക ഇട്ടിട്ടൊന്ന് ഡാൻസ് കളിച്ചു. ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ചെല്ല്. ആഹാ, ഇത് കലാമണ്ഡലം സരസ്വ അല്ല, കലാഞൊണ്ടലം സരസ്വാണ്. എനിക്ക് കൊതി തരുന്നില്ല. പൊന്മുട്ടയിടുന്നൊരു Adding up some ഇതൊരു അടിച്ചുപൊളി പാട്ടാണ്. തിരുടാ തിരുടാ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി ഗാനം. അടിച്ചു പൊളിക്കാം. റെഡി? ഓക്കെ.
கொஞ்சம் நெருப்பு ஒன்றாய் சேர்த்தால் எந்த தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய் சேர்த்தால் எந்த நெஞ்சம். சந்திரலேகா 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 சந்திரலேகா. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாக சேர்த்தால் எந்த கண்கள். Come on, Doha! Woo! இதடை இங்கு தந்து மாயாது, இனிப்பால் கடலில் அலை என்று மோயாது. வந்து நாள் மண்ணியே இதடை இங்கு கிள்ளி வாராது. இங்கு நீ இருந்தால் ஒரு தோழி நீராடு. அன்னே உன் கால் கொண்டால் மண்ணும் ஒரு மண்ணல்ல, வெள்ளை பொண்டேகத்தின் தேவை பொழியும் பல்ல. சென்றாடும் பூவுக்கு முள்ளொன்று குறையல்ல. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு சேர்த்தால் எந்த தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய். Come on, all of us sing with me. 1, 2, 3. சந்திரலே ചന്ദ്രൻ. ഒരു പ്രാവശ്യം കൂടി ചന്ദ്രൻ. All of it together one more time. ചന്ദ്രൻ. Superb. Woo. கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய். Come on, last time all of you. 1, 2, 3. சந்திரலேகா 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 சந்திரலேகா.
Adding up Shamba. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിടരും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊൻതുടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻതുടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഒഴുകി വരും അമൃതം പകരും തീരമിത ഓണപ്പൂവേ പൂവേ ഓമൽപ്പൂവേ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയായി കറുതേ പൊഴിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 താങ്ക് യു
I did not come. മിമിക്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ്. എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇത് വാങ്ങിച്ചൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. മിമിക്രി അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മിമിക്രി തന്നെ വളരും. അല്ല, ഞാനൊരു മിമിക്രിക്കാരനാണ്. ആഹാ, അതെ, മിമിക്രിക്കാരനാണ്. അതെ അതെ അതെ. ചേട്ടാ, മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവതരിപ്പിക്കാനുള്ള മിമിക്രി അല്ല, ഇത് പ്രത്യേക കഴിവുള്ള മരുന്നാണ്. അതെ അതെ അതെ, മരുന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യും. അപ്പൊ അതിന് പറ്റുന്ന ഒരു മരുന്നുണ്ടാന്ന് നോക്കുക. ശരി, താങ്കളുടെ കഴിവുകൾ കണ്ടിട്ടാവാം എന്റെ മരുന്ന് കഴിക്കല്. ആദ്യമായിട്ട് എന്തൊക്കെയാണ് എന്റെ കഴിവുകൾ, അതൊന്നും വേണം. അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അത് ശരി. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ കണ്ടറിയാം ഒരു ചിമ്പാൻസി ഉടലെടുത്താണെന്ന്. ഇപ്പൊ എന്നെ കണ്ടിറങ്ങിയ ഒരു പുലിയുടെ ലുക്കില്ലേ? ശരിയാ, ഫ്രണ്ടിൽ കഴുതാനും കൂടെ ചേരണം, കഴുതപ്പുലി. അത് ഓക്കെ. അപ്പൊ ഇതുപോലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ശരി. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി.എൻ. ഗോപകുമാറിന് ശരിക്കും എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം. അതെ അതെ, കണ്ണാടി അവതരിപ്പിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എരുമയുടെ ശബ്ദം. അതെ അതെ, നല്ലതാണെങ്കിൽ ഞങ്ങൾ കൈയടിക്കും. ഓക്കെ 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 ഓക്കെ, ശരി. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. ഖത്തറിൽ നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടന്റെ വായന കൊള്ളാം, പക്ഷെ താടി ഒന്ന് വടിച്ചു. ഈ ആവശ്യത്തിലേക്ക് ഒരു റിയാലും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. ഇതുപോലെ എരുമയുടെ സാമ്യമുള്ള ഒരു ഗായകനുണ്ട്. ജാസി ഗിഫ്റ്റ്. അതെ അതെ അതെ, അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടിയൊരുക്കിയ കുട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ. കണ്ടോ? ഇനി വ്യത്യസ്തമായിട്ട് ഇനി വേറൊരു ഗായകനുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷിയായിട്ടാണ് സാമ്യം. എം ജി സുകുമാർ. കോഴിയിൽ നിന്നുണ്ടാവുന്ന എങ്ങനെയെന്ന് കണ്ടോ? എം ജി സുകുമാർ കോഴിയായിട്ട് മാറുന്നു. മാന്യ പ്രേക്ഷകർക്ക് സരിഗമ പതിനിശയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ. ഇയാളെന്താ പുറകിൽ നോക്കണേ? അല്ല, കുറച്ചു നേരമായി കൊക്കാൻ തുടങ്ങിയിട്ട് മുട്ടയിട്ട് നോക്കിയതാ. അപ്പൊ ഇതുപോലെ വേറൊരാളുണ്ട്, ആറ്റുകാൽ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഷാപ്പിലെ പൂച്ചയുടെ രൂപവും ശബ്ദമാണ്. മറ്റേ ജ്യോതിഷൻ. ശരി, പോരട്ടെ. അദ്ദേഹത്തിന് പൂച്ചയുടെ ഒരു ഫിഗറാണ്. പൂച്ചയുടെ ഫിഗർ അതെങ്ങനെയാന്ന് കണ്ടോ? തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. ഇവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. രോഹിണി നക്ഷത്രം. രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക. അടുത്തത്, ഈ ശബ്ദം കേട്ട കോൾമേർ കൊള്ളും. പക്ഷെ എന്ത് മൃഗമാണെന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ആരാന്നറിയോ? സൂപ്പർ സ്റ്റാറാ. മമ്മൂട്ടി. മമ്മൂട്ടി എന്നല്ല, മോഹൻലാൽ. അതിനേക്കാളൊക്കെ സൂപ്പറാ. മറ്റേ ഹിന്ദിയിലെ മൃദുക്ക് ദോഷം. എന്തുട്ട്? മൃദുക്ക് ദോഷം. നിന്റെ ഹൃദയത്തിനാ ദോഷം. ഈ ശബ്ദം കേട്ടാൽ മതി ഏത് മൃഗം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി. ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഇത് ഏത് മൃഗമാണെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ എനിക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മോനെ, സുരേഷ് ഗോപിക്കുള്ള ഗുളികയുടെ പ്രശ്നം എന്താണെന്നറിയോ? സുരേഷ് ഗോപിക്കുള്ള ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലാണ് ഇതിന്റെ പരിവർത്തനം. മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചാൽ മതി, മൃഗത്തിൽ നിന്ന് വന്നാൽ മതി. മോനെ, ഈ ഗുളിക കഴിച്ചാലുള്ള പ്രത്യേകത, ഗുളിക പിടിച്ച് ഈ ഗുളികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഉണ്ടായത് കുരങ്ങിൽ നിന്നാണല്ലോ. അപ്പൊ കുരങ്ങിൽ നിന്നുണ്ടായി ആദ്യം മനുഷ്യനായി, അവിടെ നിന്നും സുരേഷ് ഗോപിയിലേക്ക് പരിണാമം ചെയ്യും. ഓഹോ, അപ്പൊ ആദ്യം കുരങ്ങാവും, പിന്നെ ചിമ്പാൻസിയാവും, പിന്നെ ആദ്യം മനുഷ്യനോ, പിന്നെ സുരേഷ് ഗോപിയാവും. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. സുരേഷ് ഗോപി ആവും നോക്കാം. ഒരു ചെറുപ്പക്കാരൻ കുരങ്ങായി മാറുന്നത് നമുക്കിപ്പോ കാണാം. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾ ബട്ടഡ് കുന്നേൽ ഔതക്കുട്ടി, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കോൺ കുന്നേൽ മത്തച്ചൻ. എന്റെ അപ്പച്ചനെ പുറകിന്ന് കുത്തിയത് ഈ കൂട്ടത്തിലേത് തന്തയ്ക്ക് പിറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.
മോനെ കലക്കി 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 സൂപ്പർ ആയിട്ടുണ്ട് മോനെ. എന്റെ 2-3 ഗുളികയുണ്ട്. ഇതെല്ലാം രൂപമാറ്റം വരുന്നതാ. നടന്മാരുടെ രൂപങ്ങളായി മാറും. രൂപങ്ങളായിട്ട് വരും. അപ്പൊ ഇത് കഴിച്ചിട്ട് ഞാൻ വരാം. ഇതൊന്ന് കഴിച്ചിട്ട് വരും. പ്രിയമുള്ളവരെ, ഇനിയും കടന്നു വരാം. അത് എന്റെ പൊന്നോ, ഒരു പ്രസ്ഥാനമുള്ള വന്നത്. ഈശ്വര, നോക്കി ഇന്നില്ലെങ്കിൽ ഇപ്പൊ റോളർ കയറി പോലെ ആവുമല്ലോ. ഹലോ മോനെ, ഇവിടെ വന്ന് ചേട്ടാ, ഒരു മിനിറ്റ്. ഹലോ, ഒരു മിനിറ്റ്. ഞാനൊരു മരുന്നേ. ഹലോ, കൊറേ നേരമായിട്ടോ ഹലോ ഹലോ എന്ന് വെക്കണേ. ഹലോ, ഞാനൊരു മരുന്ന് മോന് തരാം. ഒരു മരുന്ന് തരാം. മരുന്ന് മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്നാണ്. ഈ മരുന്ന് കഴിച്ചു വേണ്ട, ചിലപ്പോ ശരിയാവത്തില്ല. എന്നാ മോൻ ഗായകനാകുന്ന മരുന്ന് തരാം. ഗായകനാകാനുള്ള മരുന്ന് തരാം. അതൊക്കെ നടക്കത്തില്ല ഏട്ടാ, അതൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഇപ്പൊ നീ കണ്ടില്ലേ, ഇത്രയും മുമ്പ് പാടിയിട്ട് പോയില്ല, മാർക്കോസ് ചേട്ടൻ പാടിയിട്ട് പോയി. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തരികിടയല്ലേ. എടാ, ഈ ഗുളി കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതുപോലെയൊക്കെ പാടാൻ പറ്റും. അദ്ദേഹത്തെ പോലെയൊക്കെ പാടാൻ പറ്റും. എനിക്ക് അങ്ങനെ ഇങ്ങനൊന്നും വെറുതെ പാടണ്ട. എനിക്കിപ്പോ ഇവിടെ വന്ന നമ്മുടെ മാർക്കോസ് ചേട്ടനെ പോലൊക്കെ പാടാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഗുളിക തന്നെ നീ ഇതൊന്ന് കഴിച്ചിട്ട് നീ ഒന്ന് പാടി നോക്ക്. ഇതാ ഉറപ്പാണ്. നീ പാടി നോക്ക്, അല്ലെങ്കിൽ ഈ ജനങ്ങൾ കൈയടിക്കൂലേ എന്ന് കണ്ടു നോക്ക്. മാർക്കോസ് ചേട്ടന്റെ സൗണ്ട് കിട്ടും. നീ ഗുളി കഴിക്കേ. കണ്ടോ, ഇപ്പൊ തന്നെ റെഡിയാവും. മാറ്റങ്ങൾ വന്നു തുടങ്ങി. പുഞ്ചിരി തൂകുവാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശേറിടും ത്വാഹതൻ കൺമണി പോരിതനൂറിൽ പൂങ്കരൾ ഫാത്തിമ പാരിലെ നാരിമാർ കാകയിൽ മാതൃക പാരിലെ നാരിമാർ കാകയിൽ മാതൃക പോരിതനൂറിൽ പൂങ്കരൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. ചേട്ടാ ഇത് പോയി. മാർക്കോസ് ചേട്ടൻ നിൽക്കുന്നു. ചേട്ടാ പ്ലീസ് ഒന്ന് വന്ന് ഈ പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടും. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശേറിടും വാഹതൻ കൺമണി പോരിതനൂറിൽ പൂങ്കരൾ ഫാത്തിമ പാരിലെ നാരിമാർ ആകയിൽ മാതൃക പാരിലെ നാരിമാർ കാകയിൽ മാതൃക പോവിയാൾ ഹാഷിം പൂങ്കരൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. ചേട്ടന്റെ ഗുളി കഴിച്ച് എനിക്ക് പറ്റി. താങ്ക് യു. സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരുത്തിന് ഞാൻ രൂപമാറ്റം ചെയ്യാനുള്ള ഗുളിയെ കൊടുത്തു വിട്ടേക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനി വേറെ വല്ല പാട്ടുകാരുടെ ഗുളിയെ വേറെ എന്ന് പറഞ്ഞ മോനെ, SP-യുടെ ഗുളിയുണ്ടോ? SPB-യോ? മോനെ, ഹണീബി ഉണ്ടായിരുന്നു. ഇച്ചിരി ചേട്ടൻ അടിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ടാവും. ഹണീബി അത് അടിക്കുന്ന സാധനമല്ലേ, ഇത് പാടുന്ന സാധനം. SP ബാലസുബ്രഹ്മണ്യം. ഓ, SP ബാലസുബ്രഹ്മണ്യം എന്നാ അങ്ങനെ പറയണ്ടത്. ഇതാ അങ്ങ് കഴിച്ചോ. ഇത് കഴിച്ചോ. നീ റെഡി ആയിക്കോ, പെട്ടെന്ന് റെഡി ആയിക്കോ. കണ്ടോ മോനെ, 5 മിനിറ്റ് നിൽക്കുള്ളൂ, സെക്കൻഡുകളിൽ നിൽക്കുള്ളൂ. ചോദിച്ചാ കണ്ടോ, സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചു. இது வந்து மூச்சுடாம பாடுற பாட்டு சொன்னாங்க. இட் இஸ் ஹியூமன்லி இம்பாசிபிள் டு சிங் எ சாங் லைக் திஸ். நான் இந்த படியேறி வந்த போதே மூச்சு வாங்குறது 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனாலும் கை தட்டி ஆசீர்வாதம் பண்ணுங்க.
இளைய நிலா ஒழுகிறதே இதயம் வரை நனைகிறதே உல போகும் மேகம் கணக்கானமே விழா காணமே வானமே இளைய நிலா ஒழுகிறதே இதயம் வரை நனைகிறதே. இது வந்து எனக்கு ரொம்ப பிடிச்ச சாங். நீங்கள்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായി മോനെ, ഒരുത്തന് രൂപമാറ്റം വരാനുള്ള ഒരു ഗുളിക ഞാൻ കൊടുത്തു വിട്ടല്ലേ? അവൻ പാട്ടുകാരൻ ഗസൽ ഗന്ധർവൻ ഹരിഹരന്റെ രൂപത്തിൽ ഇപ്പൊ ഇവിടെ എത്തും. അതുകൊണ്ട് അടുത്ത ഗുളിക നിനക്ക് തരുന്നത് ഹരിഹരന്റെ ഗുളികയാണ്. ഹരിഹരന്റെ ശബ്ദത്തിൽ പാടുക, അവൻ ഹരിഹരന്റെ രൂപത്തിൽ ഇവിടെ വരും കേട്ടോ മോനേടാ. Walking in the moonlight, I am thinking of you. Listening through the raindrops, I am thinking of you. ഇളമാൻ കണ്ണിലൂടെ I am thinking of you. ഇളനീർ കനവിലൂടെ I am thinking of you. Hey Salama, oh Salama, hey Salama. Salama, ga 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 parisa, I'm thinking of you. Ga 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 parisa, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilanir kanavilude, I'm thinking of you. Hey, say yo hey, oh say yo hey. Say your hair, say your hair. സെക്കൻഡുകളെ നിക്കത്തുള്ളൂ. സംഗതിയല്ല അങ്ങ് പോയി. മോനെ, അടുത്തൊരു ഗുളികയുണ്ട്. വേണുഗോപാലിന്റെ ശബ്ദത്തിൽ പാടുന്ന ഗുളികയാണ്. വേണുഗോപാൽ കണ്ടോ, ഒത്തിരി അവാർഡുകളൊക്കെ ഫ്ലാറ്റ് മേടിക്കാനുള്ള. ചതുരംഗക്കലമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ, താളത്തിൽ പൂപ്പട കൊട്ടാൻ വാ, കന്യകമാറായിരമുണ്ടോ, ഓ എന്നോ മലയാളി കൂടെ കണ്ടോ കണ്ടോ കണ്ടോ. പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കലമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ. മോനെ, ഇപ്പൊ ഞാൻ അവന് രൂപത്തിനൊരു ഗുളിക കൊടുത്തവൻ ഹരിഹരനായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ അവൻ ബാലചന്ദ്രനായിട്ട് വന്നേക്കണണ്ട. ബാലചന്ദ്രന്റെ ഗുളിക കഴിച്ചിട്ട് വന്നേക്കണണ്ട. കണ്ട, അവന്റെ ബാലചന്ദ്രൻ ഒന്ന് കാണാം. ബാലചന്ദ്രൻ ഒന്ന് കാണാം. മോനേടാ വാ, ഇപ്പൊ വരും നീ ധൈര്യമായിട്ട് ഇപ്പം കണ്ടോ, ഒറ്റ ഗുളിക കഴിച്ചിട്ട്. ഈ ഗുളിക്ക് എത്ര കലാഭവമണിയുടെ കിറ്റ് പാട്ട് കൂട്ടോണ്ടാ പറഞ്ഞത്. അയ്യോ, ഇതാണോ ബാലേന്ദ്രമേനോ? ബാലേന്ദ്രമേനും പെണ്ണായ നായിക വേണ്ട പോലെ നായിക.
എനിക്ക് തൃപ്തിയായി. എനിക്ക് തൃപ്തിയായി മോനേടാ. ഈ സമയത്തിനുള്ളിൽ നീ ഒരൊറ്റ ഗുളിക കഴിച്ചോ, വേറെ ആർക്കും ഇല്ല. ഇനി ഒരൊറ്റ തീരാനുള്ളൂ. എം ജി ശ്രീകുമാറിന്റെ ഗുളിക. ഡയലോഗ് പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സൂക്ഷിക്കണം, സെക്കൻഡുകളുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു. ശരാശരി ഗെയിമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഈ ഗാനം ആരാലപിച്ചു? കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. ശരിയായ ഉത്തരം പറഞ്ഞ 10,000 രൂപയുടെ സമ്മാനമുണ്ട്. കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. 10,000 രൂപയുടെ സമ്മാനമുണ്ട്. ആരോടും ചോദിക്കാൻ പറ്റുമോ? ചോദ്യത്തിലുണ്ടല്ലേ? ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ജന്മങ്ങൾ ഉൾകുന്നിൻ നാദം നൽകും ദൂരും പേറി നീങ്ങും മേഘം മണ്ണിൻ മേഘം ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ ഉൾകുന്നിൻ നാദം നൽകൂ. 10,000 രൂപയുടെ സമ്മാനമാണ്. ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡുകളെ ഈ ശബ്ദത്തേക്കുള്ളൂ. തൊണ്ട വിളിക്കാനേ ഇപ്പം. മോനെ, മമ്മൂട്ടിയുടെ മോൻ ഇഷ്ടമാണോ? മമ്മൂട്ടിയുടെ മോൻ ഇഷ്ടമാണോ? മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമാണ്. ആ, ഭയങ്കര ഇഷ്ടമാണോ? മമ്മൂട്ടിയുടെ രാജമാണിക്യം ഇഷ്ടമാണോ? രാജമാണിക്യ സിനിമ മമ്മൂട്ടി ചേട്ടാ, മമ്മൂട്ടി ഇഷ്ടമാണോ? ആ, മമ്മൂട്ടി ഇഷ്ടമാണ്. മമ്മൂട്ടി ഇഷ്ടമാണോ ചേട്ടാ? നടക്കണല്ലേ മമ്മൂട്ടി. മമ്മൂട്ടിയുടെ രാജമാണിക്യമായിട്ട് നിമിഷ നേരത്തിനുള്ളിൽ ആ ചെറുക്കം വരും. അവനിപ്പോ രാജമാണിക്യത്തിന്റെ ഗുളി കഴിച്ചിട്ട് ഇപ്പൊ തന്നെ വരും. ആ, നമുക്ക് രാജമാണിക്യമായിട്ട് അവൻ തുടങ്ങി. മമ്മൂട്ടി ആയതുകൊണ്ട് ഇത്തിരി സ്റ്റെപ്പൊക്കെ നമുക്ക് കാണിച്ചു. ഞാൻ രായമാണിക്യം, യവൻ പുലിയാണ് കേട്ടാ, പക്ഷേ മോട്ട കണ്ട ഏട്ട പേടുമണ്ണ തള്ളേ കലിപ്പ് തീരണല്ലേ. ചെല്ലക്കിളി ഇവിടെ പാട്ടുകളൊക്കെ ഇല്ലി എങ്കി ഇട്ട് പോടെ. നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ പാണ്ടി വേണം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ അടിപൊളി ശിങ്കമാണട അയ്യാ സമീ അടിപൊളി ശിങ്കമാണട അയ്യാ സമീ ഉടമണിയാട്ടിയോടും പാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടി വേണം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ പാണ്ടി വേണം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഭരതനാട്യം പഠിച്ചിട്ടുണ്ടല്ലേ? തള്ളേ ഡാൻസ് കളിച്ച് കലിപ്പ് തീരണില്ലത്. രായമാണിക്യം ഒരു വര കൂടെ വരണ്ടി വരും കേട്ടാ. പുലി തന്നെ കേട്ടാ. ഇനി നിന്റെ വണ്ണത്തിന് എന്റെ സൈസിനും പറ്റിയ ഒരാളുടെ ഗുളിക തരാം. എന്റെ സൈസിന് നിന്റെ സൈസിന് പറ്റിയത് ഇത് അദ്നാൻ സമി എന്ന് പറഞ്ഞൊരു ഗായകനാണ്. ഒത്തിരി ആൽബങ്ങളൊക്കെ പാടിയിട്ടുള്ള, മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൂപ്പറായിട്ടും കഴിച്ചോ. വരുവോ? ഇപ്പൊ വരുവടാ, ഇപ്പൊ വരും. വന്ന് തൊണ്ടയിലെടുത്തെത്തി. ഇത് പിള്ളേർക്ക് വേണ്ടി. ചാഞ്ചാടിയാടി ഉറങ്ങുനി ചരിഞ്ഞാടിയാടി ഉറങ്ങുനി ആകാശത്തൂ ഞാൻ
ഇനി ഗുളിക തരാൻ പറ്റില്ല. എന്നറിയോ, ഇനിയുള്ള ഗുളികകളെല്ലാം എന്ന് പറഞ്ഞാൽ മിക്സഡ് ഗുളികകളാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇത് റീ എഫക്റ്റ് ഉണ്ട് ഈ ഗുളികയ്ക്ക്. മനസ്സിലായി? ഒരൊറ്റ മിനിറ്റ്, ഒരു കോള് വന്നിട്ട്. ഹലോ, എന്തൊക്കെ ഇല്ല, ഞാൻ ഞാൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി നോക്കിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരെന്നോട് പറഞ്ഞ പൈസയെ ഞാൻ നിങ്ങളോട് ആ ഗുളികയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. അവരിപ്പോഴും പറയണേ ഞാൻ കമ്മീഷൻ അടിച്ചേക്കാണ്, ഈ ഗുളികയ്ക്ക് വേണ്ടി ഞാൻ കമ്മീഷൻ അടിച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് കമ്മീഷൻ ഒരു മിനിറ്റ്, അവരാ ഫോണിലെ ഒരു മിനിറ്റ്, ഞാൻ കമ്മീഷൻ അടിച്ച ഒരു കാര്യം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാം. അല്ല ഇപ്പൊ ഞാൻ ചെയ്യാനാ, അവർ തമ്മിൽ സംസാരിച്ച് തീർക്കാണ്, വലിയ പ്രശ്നമില്ല. അവർ സംസാരിച്ച് തീർന്ന് കഴിയുമ്പോൾ നമ്മൾ വന്ന് വേർക്കുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ, അവർ തമ്മിൽ സംസാരിക്കട്ടെ. പിന്നെ ഇതൊന്ന് പിടിച്ചോ മോനെ, ഞാൻ ഇവരുടെ സംസാരം കഴിഞ്ഞിട്ട് ഗുളിക ശ്രദ്ധിക്കണം, ഒന്നും എടുത്ത് കഴിക്കരുത് കേട്ടോ, റീ എഫക്റ്റ് ഉള്ളതാണ്. പോയല്ലോ പണ്ടാരടങ്ങാൻ. ഇയാള് വരുന്നതിന് മുമ്പ് ഈ ഗുളിയെ മൊത്തം അടിച്ചു തീർക്കാം. ചേട്ടന് വേണ? ഓ എന്റെ അമ്മോ, എന്തോ വല്ലാണ്ട് റിയാക്ഷൻ വല്ലതും ഉണ്ടായതാ? നീ ഇയാളെ रुक जा ओ दिल दीवाने, पूछो तो मैं जरा। रुक जा ओ दिल दीवाने, पूछो तो मैं जरा। अरे लड़की है या है जादू, खुशबू है या नशा, पास वो आए तो न करूं मैं जरा। लड़के है या न जाने, पास वो आए तो हम न करूं मैं जरा। रुक जा ओ दिल दीवाने, छो मैं जरा। Everybody come on, come on. देखे वो इधर हंस के बेखबर, थाम के दिल हम करे हैं। गुमसुम सी नजर उसकी है मगर, थाम के दिल हम करे हैं। जान भी जाए तो हम न करूं मैं जरा। रुक जा ओ दिल दीवाने, पूछो तो मैं जरा। जादू खुशबू है या नशा। Everybody come on.
वो गई घबरा वो गई रुकी तो किस लिए अकेले उसमें यो फिजा ये दिल हो गया आँख में शिक में बहले जान पे जाए तो हम न करूँ मैं जरा रुक जा ओ दिल दीवाने पूछो तो मैं जरा लड़की है या है जादू खुशबू है या नशा Everybody come on महफिल में हंसी तू ही तो नहीं रुकी तो किस लिए अकेले उसमें ये फिजा ये दिल हो गया आँखों में शिक में बहले जान भी जाए तो हम न करूँ मैं जरा रुक जा ओ दिल दीवाने पूछो तो मैं जरा हर लड़की है या है जादू खुशबू है या नशा पास वो आए तो झुक में देखो जरा Come on, everybody, come on! Turn up some. ഞങ്ങൾ എല്ലാവരുടെയും ഭാഗമായിട്ട് പറയാണ് ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഓഡിയൻസിന്റെ സപ്പോർട്ട്. അതിന് നല്ലോണം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടില് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജലോത്സവം. നമ്മളൊരു നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പോവുകയാണെന്ന് വിചാരിച്ചോളുക. നമ്മളിപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളുടെ ശബ്ദം നിങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ റഷീദ്, അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കൂ പ്ലീസ്. റഷീദിനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും, ഈ ഓർക്കസ്ട്രക്കാർക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി, സ്നേഹം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. വരവേൽക്കാനാള് വേണം, കൊടിതോരണങ്ങൾ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചോരയന്റെ കിളി പോലെ കുതിച്ചു കുതിച്ചു പായും
തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു കമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള് അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് അമ്പലപ്പുഴയിൽ ഒരു വള്ളംകളി പെരുന്നാള് അമ്പലപ്പുഴയ്ക്കൊരു ചുറ്റുവിളക്ക് കരിമാടിക്കുട്ടൻ എന്ന് മാനിനി കബടിയാട്ടം കാവിലമ്മയ്ക്കുന്ന രാത്രി കരുടൻ ദുഃഖം കരിമാടിക്കുട്ടൻ എന്ന് കാനിനി കബടിയാട്ടം കാവിലമ്മയ്ക്കുന്ന രാത്രി കരുടൻ ദുഃഖം കുട്ടനാടൻ കുഞ്ഞയിലെ കൊച്ചു പെണ്ണൻ കുയിലാണ് കൊത്തുവേണം കുഴൽ വേണം പുലവ വേണം വരവേൽക്കാനാള് വേണം കൊടി തോരണങ്ങൾ വേണം വിജയത്തിലാളിതരായി വരുന്നു ഞങ്ങൾ I love you everybody. Thank you. Have a good day. Thank you.